നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടനാംകുറിശി വില്ലേജ് പരിസരത്തെ മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. മാലിന്യം കുന്നുകൂടുന്നത് വില്ലേജ് ഓഫീസിന് സമീപത്തെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത്. പകർച്ചവ്യാധി ഭീഷണിയിൽ പരിസരവാസികൾ. തൃശൂരിൽ കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ ആരംഭിച്ച നേതാക്കൾക്കെതിരായ പോസ്റ്റർ പ്രതിഷേധം തുടരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്തുൾപ്പെടെ കൂടുതൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന പോസ്റ്ററുകൾ സേവ് കോൺഗ്രസ് എന്ന പേരിൽ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നാടിന് സമർപ്പിക്കാത്തതിനു പിന്നിൽ നഗരസഭാ ഭരണാധികാരികളുടെ സങ്കുചിത രാഷ്ട്രീയമെന്ന് നാഷണൽ ജനതാദൾ. ടെർമിനൽ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നതിനൊപ്പം സ്റ്റാൻഡിൽ നടപ്പാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നും നഗരസഭ മുഖം തിരിക്കുന്നു. ജൂൺ 7-ന് നഗരസഭ ഓഫീസ് മാർച്ച് നടത്തുമെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ. തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ സ്വർണം കവർന്നു. കവർച്ച നടന്നത് അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. മാലിന്യം തള്ളുന്നത് തടയാൻ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച പട്ടാമ്പി നഗരസഭ. 2.5 ലക്ഷത്തോളം രൂപ ചെലവിൽ 9 പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യം തള്ളുന്നവരിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കുന്നതുൾപ്പെടെ കടുത്ത ശിക്ഷാ നടപടികളുണ്ടാകുമെന്ന് അധികൃതർ. ചരിത്രശേഷിപ്പുകൾ ഇടിഞ്ഞു തകരുന്നു. കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപസ്മൃതികളുടെ അന്തിമശേഷിപ്പുകളിലൊന്നായ കൊട്ടാരം മാളികച്ചുവടും വിസ്മൃതിയിലേക്ക്. ചരിത്രമുറങ്ങുന്ന കെട്ടിടത്തിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. മാളികച്ചുവട് ഏത് നിമിഷവും പൂർണ്ണമായും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. വാർത്തകൾ വിശദമായി. വാടനാംകുറിശി വില്ലേജ് പരിസരത്തെ ഓങ്ങല്ലൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത് മാലിന്യം കൂട്ടിയിട്ടതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തി. മഴക്കാലത്ത് പലവിധ പകർച്ചവ്യാധികൾ പടർന്നുപിടിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വാടനാംകുറിശി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ പറഞ്ഞു. ഓങ്ങല്ലൂരിനെ ഗുരുതര ആരോഗ്യ ഭീഷണിയിലേക്ക് തള്ളിവിടുന്ന രീതിയിലാണ് ഇവിടുത്തെ മാലിന്യ കൂമ്പാര കാഴ്ച. പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങളാണ് ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ 10-ാം വാർഡിൽ വില്ലേജ് സമീപത്തുള്ള പഞ്ചായത്തിൻ്റെ അധീനതയിൽ മാലിന്യം കുന്നുകൂട്ടിയിട്ടിരിക്കുന്നത്. പഞ്ചായത്ത് പരിധിയിൽ പലവിധ പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുമ്പോഴാണ് അധികൃതരുടെ ഇത്തരം അലംഭാവം. പരിസരവാസികളുടെ പരാതിയെ തുടർന്ന് വിഷയം STV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വിഷയം ശ്രദ്ധയിൽപ്പെട്ടതോടെയും പരിസരവാസികളുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് പ്രശ്നത്തിൽ ഇടപെട്ടത്. കൂട്ടിയിട്ട മാലിന്യങ്ങൾ ഉടൻ നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്, പ്രതിഷേധ സമരം സിന്ദാബാദ്. പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക. അധികൃതരുടെ അനാസ്ഥയാണിതെന്നും രോഗങ്ങൾ പടർന്നു പിടിക്കാതിരിക്കാൻ മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പ്രത്യക്ഷ സമരപരിപാടികളുമായി കോൺഗ്രസ് മുന്നോട്ടു പോകുമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത DCC സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞു. അതുപോലെ തന്നെ പല ആളുകളും പഞ്ചായത്തിൽ ചെന്ന് ഇതെവിടെ നിന്ന് നീക്കണമെന്നും വീണ്ടും ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്നും ആവശ്യപ്പെട്ടിട്ടും പഞ്ചായത്തിന് അനങ്ങാ നയമാണ് ഉണ്ടായിട്ടുള്ളത്. സാധാരണഗതിയിൽ ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും വേസ്റ്റുകൾ കൂട്ടിയിടുന്നത് ഷെഡിൻ്റെ ഉള്ളിൽ വേണമെന്ന് ഓരോ പ്രദേശത്തേക്കും പോയി പഞ്ചായത്ത് അധികാരികൾ പറയുകയും നാട്ടുകാരെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്ന പഞ്ചായത്താണ് ഇത്തരം നടപടികൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ പ്രദേശത്ത് ഡെങ്കിപ്പനിയും അതുപോലെ തന്നെ മഞ്ഞപ്പിത്തവും നിറച്ച് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ വളരെ പെട്ടെന്ന് ഈ വേസ്റ്റുകൾ ഇവിടെ നിന്ന് മാറ്റുകയും നാളെ മുതൽ ഇങ്ങോട്ട് വേസ്റ്റ് കൊണ്ടുവരുന്നത് നിർത്തുകയും ചെയ്യണം. ഇല്ലെങ്കിൽ കോൺഗ്രസ് അടുത്ത ദിവസം തന്നെ സമരമാർഗത്തിലേക്ക് വരും. അത് വളരെ കർശനമായിട്ട് ഭരണാധികാരികളോട് പറയുകയാണ്. ഇത് കൂട്ടി വാരണാസി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് P. രൂപേഷ് അധ്യക്ഷത വഹിച്ചു. ഓങ്ങല്ലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് TP യൂസഫ്, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി, അബൂബക്കർ സിദ്ദിഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഷാഫി കാരക്കാട്, രാജീവ്, അസീസ്, നിസാർ, അശോകൻ, അജു എന്നിവർ പങ്കെടുത്തു. വിഷയത്തിൽ DMK പരാതി നൽകുമെന്നും നേതാക്കൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കെ മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ തൃശൂരിൽ ആരംഭിച്ച പോസ്റ്റർ യുദ്ധം തുടരുന്നു. തൃശൂർ DCC ഓഫീസ് പരിസരത്തും ക്ലബിന്റെ ചുമരിലും വ്യാഴാഴ്ചയും പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ നേതാക്കളെ പേരെടുത്ത് കുറ്റപ്പെടുത്തിയാണ് പുതിയ പോസ്റ്ററുകൾ.
ടി.എൻ. പ്രതാപൻ, ജോസ് വള്ളൂർ, എം.പി. വിൻസെന്റ്, അനിൽ അക്കര, ഐ.പി. പോൾ എന്നിവർ പാർട്ടിയെ ചതിച്ചു എന്നാണ് പോസ്റ്ററുകളിൽ എഴുതിയിട്ടുള്ളത്. സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ടി.എൻ. പ്രതാപനും ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെയായിരുന്നു പോസ്റ്ററുകൾ. പ്രതാപന് ഇനിയൊരു വാർഡിൽ പോലും സീറ്റില്ല, ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂർ രാജിവെക്കുക എന്നതായിരുന്നു കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകളിൽ എഴുതിയിരുന്നത്. തൃശൂരിലെ തോൽവിക്ക് പിന്നാലെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കെതിരെ കെ. മുരളീധരൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് പോസ്റ്റർ യുദ്ധം ആരംഭിച്ചത്. അതേസമയം തൃശൂരിലെ തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂർ ഇന്നലെ രംഗത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂരിൽ പോസ്റ്റർ യുദ്ധത്തിന് പിന്നാലെ ഒറ്റയാൾ പ്രതിഷേധം. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് മുന്നിലായിരുന്നു പ്രതിഷേധം. നാട്ടിക സ്വദേശിയും മുൻ കോൺഗ്രസ് പ്രവർത്തകനുമായ ഇസ്മായിൽ അറക്കലാണ് പ്രതിഷേധിച്ചത്. കെ. മുരളീധരനെ കുരുതി കൊടുത്ത ടി.എൻ. പ്രതാപനും ജോസ് വള്ളൂരും രാജിവെക്കണമെന്നെഴുതിയ പ്ലക്കാർഡ് കയ്യിലേന്തിയായിരുന്നു പ്രതിഷേധം. രാവിലെ ആരംഭിച്ച പ്രതിഷേധം ഏറെ നേരം തുടർന്നു. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി നേടിയ നമ്മുടെ കെ. മുരളീധരൻ്റെ വലിയ പരാജയത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഡി.സി.സി. പ്രസിഡന്റ് ജോസ് വള്ളൂർ അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട്. അദ്ദേഹം രാജിവെച്ച് മാതൃക കാണിക്കണം. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ചെയർമാൻ ടി.എൻ. പ്രതാപൻ, കഴിഞ്ഞ MP ആയ ടി.എൻ. പ്രതാപൻ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഈ KPCC വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് മാതൃക കാണിക്കണം. ഈ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ദയവ് ചെയ്ത് ടി.എൻ. പ്രതാപനെപ്പോലുള്ള നേതാക്കൾ മാറി നിൽക്കണം എന്ന് ഈ പ്രവർത്തകർക്ക് വേണ്ടിയാണ് ഈ സംസാരം. ഈ കോൺഗ്രസ് തൃശ്ശൂരിൽ നിലനിൽക്കണമെങ്കിൽ ഇത്തരം ആളുകളെ മാറ്റി നിർത്തിയില്ലെങ്കിൽ വലിയ അപകടം അടുത്ത പഞ്ചായത്ത്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിലും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടാകും. മാലിന്യം തള്ളുന്നത് തടയാൻ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് പട്ടാമ്പി നഗരസഭ. 9 പ്രദേശങ്ങളിലായി 2,35,000 രൂപ ചെലവഴിച്ചാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. കുറ്റക്കാർക്കെതിരെ ഭീമമായ തുക ചുമത്തിയുള്ള ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്ന് നഗരസഭാ അധികൃതർ പറഞ്ഞു. പണ്ടത്തെ പോലെ പാതയോരത്തും മാളൊഴിഞ്ഞ പ്രദേശങ്ങളിലും മാലിന്യം തള്ളുന്ന പരിപാടി ഇനി നടക്കില്ല. അഥവാ മാലിന്യം തള്ളാൻ മുതിർന്നാൽ കീശ കാലിയാവുകയും നടപടി ഉണ്ടാവുകയും ചെയ്യും. മാലിന്യമുക്ത നഗരം എന്ന പദ്ധതിയുടെ ഭാഗമായി പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിലാണ് മാലിന്യം തള്ളുന്നത് തടയാൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചത്. പട്ടാമ്പിയിൽ സ്ഥിരം മാലിന്യ നിക്ഷേപം നടക്കുന്ന 9 പ്രദേശങ്ങളിലാണ് CCTV ക്യാമറകൾ സ്ഥാപിച്ചത്. സൗരോർജ്ജത്തിലും വൈദ്യുതിയിലും പ്രവർത്തിക്കുന്ന പോർട്ടബിൾ CCTV ക്യാമറകളാണിവ. മാലിന്യം തള്ളുന്നത് കണ്ടെത്തി കുറ്റക്കാർക്കെതിരെ ഭീമമായ പിഴ ഉൾപ്പെടെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി പറഞ്ഞു. എല്ലാ ഭാഗങ്ങളിലും അത് സോളാറിൽ പ്രവർത്തിക്കുന്നതും കറണ്ടിൽ പ്രവർത്തിക്കുന്നതുണ്ട്. ഏതെങ്കിലും പ്രത്യേക ഭാഗങ്ങളിൽ പ്രത്യേക പരാതി വന്നാൽ അത് വീണ്ടും അതാത് പ്രദേശങ്ങളിൽ സ്ഥാപിക്കാൻ ആവശ്യമായ ഫണ്ടും നഗരസഭ മാറ്റിവെച്ചിട്ടുണ്ട്. നിലവിലുള്ള 9 സ്ഥലങ്ങളിൽ ഈ ക്യാമറ വെച്ചതോടുകൂടി ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ മാലിന്യം വലിച്ചെറിയുന്നത് ഒരു പരിധി വരെ അവസാനിപ്പിക്കാൻ പട്ടാമ്പി നഗരസഭയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പട്ടാമ്പി നഗരസഭയുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും വളരെ കൃത്യമായി പരിപാലിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരം തെറ്റായ പ്രവണതകളിൽ നിന്ന് കച്ചവടക്കാരായാലും ശരി, വീട്ടുകാരായാലും ശരി, അവർ പട്ടാമ്പി നഗരസഭയോട് സഹകരിക്കണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല, ഈ CCTV ക്യാമറയ്ക്ക് മുന്നിൽ ആരെങ്കിലും മാലിന്യം നിക്ഷേപിക്കുന്നത് പെട്ടാൽ വളരെ കൃത്യമായി അവർക്ക് നല്ല രീതിയിലുള്ള ശിക്ഷാ നടപടികളും വലിയ സംഖ്യ ഫൈൻ ഉൾപ്പെടെ നൽകും എന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുക. 2,35,000 രൂപ ചെലവഴിച്ചാണ് ആദ്യഘട്ടത്തിൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. മാലിന്യ നിക്ഷേപം നടക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. കൂടുതൽ സ്ഥലങ്ങളിൽ സ്ഥാപിക്കണമെന്ന ആവശ്യമുയർന്നാൽ ക്യാമറകൾ സ്ഥാപിക്കുമെന്നും അധികൃതർ പറഞ്ഞു. മാലിന്യ നിക്ഷേപത്തിനെ തടയിടാനും മാലിന്യമുക്ത നഗരമാക്കാനുമാണ് നഗരസഭയുടെ ലക്ഷ്യം. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഭാരതപ്പുഴയ്ക്ക് കുറുകെ ഷൊർണൂരിനെയും തൃശൂരിനെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേ മേൽപ്പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന വാഹനത്തിന്റെ ഇരുമ്പ് ചങ്ങല പൊട്ടി മണിക്കൂറുകളോളം ഗതാഗത തടസ്സം സൃഷ്ടിച്ചു. മേൽപ്പാലത്തിന്റെ ഗാർഡറുകൾ മാറ്റുന്ന പ്രവൃത്തികൾക്കായി കൊണ്ടുവന്ന വലിയ ക്രെയിൻ ഉയർത്തുന്നതിനായുള്ള വാഹനത്തിന്റെ ഇരുമ്പ് ചങ്ങലയാണ് പൊട്ടിയത്. പാലക്കാട് ജില്ലയെയും തൃശൂർ ജില്ലയെയും ബന്ധിപ്പിക്കുന്ന പാലത്തിന്റെ ഗഡറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തി കഴിഞ്ഞിട്ടും ഭാരതപ്പുഴയിൽ വെള്ളമായതിനാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി കൊണ്ടുവന്ന മെഷീനുകൾ കരക്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. ബുധനാഴ്ച വൈകിട്ടോടെ ഗർഡറുകൾ മാറ്റി സ്ഥാപിക്കുന്ന പ്രവൃത്തികളുടെ കരാർ ഏറ്റെടുത്ത ചെന്നൈയിൽ നിന്നുമെത്തിയ സംഘം
ഭാരതപ്പുഴയിൽ നിന്ന് കരയിലേക്ക് എത്തിച്ച് ഓടിക്കാൻ തുടങ്ങിയപ്പോഴാണ് വാഹനത്തിൻ്റെ വലിയ ചങ്ങല പൊട്ടിയത്. 4 മണിക്കൂറോളം ഗതാഗത തടസ്സമുണ്ടായി. തുടർന്ന് അധികൃതരെത്തി വാഹനത്തിൻ്റെ തകരാറുകൾ പരിഹരിച്ച ശേഷം ചെന്നൈയിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികൾ ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം, 17 പവൻ കവർന്നു. അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിലാണ് മോഷണം നടന്നത്. കഴിഞ്ഞ രാത്രിയാണ് കവർച്ച നടന്നത്. വീട്ടുജോലിക്കാരി രാവിലെ വീട് തുറക്കാനെത്തിയപ്പോഴാണ് സംഭവം അറിഞ്ഞത്. ഈ സമയത്ത് വീടിന്റെ പിറകുവശത്തെ ഇരുമ്പുവാതിൽ തുറന്ന നിലയിലായിരുന്നു. സംശയം തോന്നിയ ജോലിക്കാരി വീടിനകത്ത് കയറി പരിശോധിച്ചപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. വീടിനുള്ളിൽ സാധനങ്ങളെല്ലാം വാരി വലിച്ചിട്ട നിലയിലായിരുന്നു. ബാത്റൂമിലെ പൈപ്പും തുറന്നിട്ട നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 3 മോതിരവും 1 ചെയിനും മോഷണം പോയത് മനസ്സിലാക്കിയത്. എൻ്റെ പേര് നളിനി. ഞാൻ ബാക്കിൽ ഫ്രണ്ടിൽ താക്കോൽ അപ്പുറത്തെ വീട്ടിൽ നിന്ന് വാങ്ങിച്ച് ഫ്രണ്ടിൽ കൂടെ വാതിൽ കയറി നോക്കിയപ്പോഴാണ് അടുക്കള വാതിലിൻ്റെ പൊളിച്ച് വെച്ചിട്ട് വാതിൽ തുറന്നു കൊടുക്കുന്നുണ്ട്. വാതിൽ തുറന്നു കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് കാറ് ഇടാൻ കൊണ്ടുവന്ന ആൾക്കാരൊക്കെ അങ്ങനെ തുറന്നിട്ട് മറക്കാമെന്ന് വെച്ച്. പിന്നെ ബാത്റൂമിൽ വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഞാൻ ചെന്നിട്ട് അത് ഓഫാക്കി കഴിഞ്ഞിട്ട് ഞാൻ അപ്പം തന്നെ സാറിൻ്റെ റൂമിലത്തെ പാലിറ്റിയിലെ കാശ് കാണാനില്ല, അത് അങ്ങനെ തന്നെ അടുക്കളയിലിരിക്കുന്നുണ്ട്. അപ്പം തന്നെ ഇവിടുത്തെ പണിക്കാരനെ ബിജുവിനെ വിളിച്ച്, ബിജു അപ്പം തന്നെ ഡോക്ടറെ വിളിച്ചു. അപ്പം തന്നെ ബിജു വന്നു. അങ്ങനെ നോക്കിയപ്പോൾ പിന്നെ മുകളിലൊക്കെ കയറി നോക്കിയിരുന്നു. അപ്പം എല്ലാം വലിച്ചു വരട്ടുണ്ട്. അങ്ങനെ കണ്ട്. വിവരമറിഞ്ഞ തൃശൂർ ടൗൺ വെസ്റ്റ് പോലീസും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അന്വേഷണം ആരംഭിച്ചു. 1 മാസമായി ഡോക്ടറും കുടുംബവും അമേരിക്കയിലാണ്. മകൻ്റെ അടുത്തേക്ക് പോയതായിരുന്നു. ഇതിനിടെയാണ് വീട്ടിൽ കവർച്ച നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡ് ബസ് ടെർമിനൽ നാടിന് സമർപ്പിക്കാത്തതിനു പിന്നിൽ നഗരസഭാ ഭരണാധികാരികളുടെ സങ്കുചിത രാഷ്ട്രീയമെന്ന് നാഷണൽ ജനതാദൾ. ബസ് ടെർമിനൽ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നതിനൊപ്പം സ്റ്റാൻഡിൽ നടത്തേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നും നഗരസഭ മുഖം തിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. 2019 പൊളിച്ചിട്ട ബസ് സ്റ്റാൻഡിന്റെ പുനർനിർമ്മാണത്തിന് 2022 വരെ കാത്തിരിക്കേണ്ടി വന്നു. MP VK ശ്രീകണ്ഠന്റെ ഫണ്ടിൽ നിന്ന് 2 കോടി ചെലവഴിച്ചാണ് ബസ് ടെർമിനൽ നിർമ്മിച്ചത്. ടാറിംഗ്, വ്യാപാര സമുച്ചയം, വിശ്രമകേന്ദ്രങ്ങൾ എന്നീ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കേണ്ട നഗരസഭ ജനദ്രോഹ നയമാണ് സ്വീകരിക്കുന്നത്. മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ എത്തേണ്ട ബസ്സുകൾ ഭൂരിഭാഗവും സ്റ്റാൻഡിലെത്താത്ത സ്ഥിതിയാണ്. ബസ് ടെർമിനൽ ഉദ്ഘാടനം, ബസ്സുകളുടെ സ്റ്റാൻഡ് പ്രവേശനം എന്നിവ ആവശ്യപ്പെട്ട് ജൂൺ 7 നഗരസഭയിലേക്ക് മാർച്ച് നടത്തുമെന്ന് നാഷണൽ ജനതാദൾ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. 2019 പൊളിച്ചിട്ട പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് 2022 വരെ അവരുടെ അനാസ്ഥയിൽ അതുപോലെ തന്നെ കിടന്നു. എന്നാൽ നാഷണൽ ജനതാദൾ നടത്തിയ സമരത്തിന്റെ ഫലമായിട്ടാണ് അതോടെ ഉണ്ടാക്കിയതെന്ന് പാർട്ടിക്കും അറിയാം, അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരായ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിന്റെ പണി പൂർത്തിയായിട്ടും അത് ഉദ്ഘാടനം നീട്ടിച്ചുകൊണ്ട് പോകുന്ന എന്താണെന്ന് മനസ്സിലാകുന്നില്ല. രാഷ്ട്രീയം അല്ലാതെ വേറെ അതിനകത്തൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. അത് ഇപ്പോഴത്തെ ഈ മഴയുടെ കാലത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കാക്കയ്ക്ക് ഇരിക്കാൻ സ്ഥലമില്ലാത്തൊരു സ്ഥലമാണ് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ്. അതിങ്ങനെ നാട്ടുകാർക്ക് തുറന്നു കൊടുക്കാതെ അവരെ വീണ്ടും കഷ്ടത്തിലേക്ക് കടത്തിക്കൊണ്ടുപോവാണ് മുനിസിപ്പാലിറ്റി. അതുകൊണ്ട് ഞങ്ങൾ നാളെ 7/6/2024 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നിന്നും നഗരസഭ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുകയും സംസ്ഥാന ജനറൽ സെക്രട്ടറി നൌഫിയ നസീർ, ജില്ലാ സെക്രട്ടറി MM വർഗീസ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുസ്ലിം ലീഗ് മണ്ണൂർ പഞ്ചായത്ത് കൺവെൻഷൻ നടന്നു. കൺവെൻഷൻ മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം ട്രഷററും മണ്ണൂർ പഞ്ചായത്ത് അംഗവുമായ VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. ഇനി നമ്മുടെ മുന്നിലുള്ളത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാണ്. ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമല്ല മുസ്ലിം ലീഗ്. 10ാം വാർഡിൽ നമ്മൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്ന് മുതൽ, ആ തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് മുതൽ നമ്മൾ 5ാം വാർഡിൽ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാർഗറ്റ് 2 വാർഡല്ല, ഇനി നമ്മുടെ ടാർഗറ്റ് ഇനി കൂടുതൽ വാർഡുകളാണ് എന്നുള്ള. കൺവെൻഷനിൽ KM അബ്ദുൽ ഹക്കീം അധ്യക്ഷനായി. UDFന്റെ കൂട്ടായ പ്രവർത്തനമാണ് മണ്ണൂരിൽ ലീഡ് ഉയർത്താനായതെന്ന് കൺവെൻഷൻ വിലയിരുത്തി.
മുസ്ലിം യൂത്ത് ലീഗും വനിതാ ലീഗിൻ്റെയും പ്രവർത്തനങ്ങളെ കൺവെൻഷൻ അഭിനന്ദിച്ചു. PM സാദിഖ് അലി, പഞ്ചായത്ത് അംഗം PU റജുല, ഷബിത മുനീർ, KP മുനീർ, ഷഫീർ, സൈഫുദ്ദീൻ, CH ജബ്ബാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. ഒറ്റപ്പാലം സബ് ട്രഷറിയിലെ പ്രിന്റർ ആഴ്ചകളോളമായി തകരാറിൽ. പാസ്ബുക്ക് പ്രിന്റ് ചെയ്യുന്ന പ്രിന്റർ 3 ആഴ്ച മുമ്പാണ് കേടുവന്നത്. ട്രഷറിയിലെത്തുന്നവർക്ക് ഇത് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. ഒറ്റപ്പാലം സബ് ട്രഷറിയിലെ പ്രിന്റർ ആഴ്ചകളോളമായി തകരാറിലായത് ട്രഷറിയിലെത്തുന്നവർക്ക് വലിയ പ്രയാസം സൃഷ്ടിക്കുകയാണ്. പാസ്ബുക്കുകളിൽ പ്രിന്റ് ചെയ്യുന്ന പ്രിന്ററാണ് 3 ആഴ്ചയായി തകരാറിലായത്. ട്രഷറിയിലെത്തുന്നവർക്ക് പാസ്ബുക്ക് പ്രിന്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ. ജീവനക്കാർ പേന കൊണ്ട് എഴുതിയാണ് പാസ്ബുക്കിൽ വരവ് വയ്ക്കുന്നത്. കൂടുതൽ പേർ വരുമ്പോൾ ഏറെ സമയമെടുക്കുന്നു. പ്രിന്ററിൻ്റെ തകരാറ് തീർക്കാൻ പുതിയ പ്രിന്റർ വാങ്ങുന്ന വിലയാകുമെന്ന് ട്രഷറി ജീവനക്കാർ പറയുന്നു. പ്രശ്നം ട്രഷറി ഡയറക്ടർ ഓഫീസിൽ അറിയിച്ചിട്ടുണ്ട്. ഉടൻ നടപടിയുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ജീവനക്കാർ. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പഞ്ചായത്ത് തല അംഗൻവാടി പ്രവേശനോത്സവം നടന്നു. പറയങ്കാട് അംഗൻവാടിയിൽ നടന്ന പരിപാടി മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S. അനിത ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ PT കൃഷ്ണനുണ്ണി അധ്യക്ഷനായി. അംഗൻവാടി വർക്കർ A. ധനലക്ഷ്മി സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ നവാഗതർക്ക് സ്വീകരണവും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. 10ഓളം കുട്ടികൾക്ക് യാത്രയയപ്പും നൽകി. രക്ഷിതാക്കളും വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു. തുടർന്ന് കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ പത്തിരിപ്പാല. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിലെ അംഗൻവാടികളിൽ പ്രവേശനോത്സവം സംഘടിപ്പിച്ചു. പ്രവേശനോത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാലക്കോട് അംഗൻവാടിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ ICDS സൂപ്പർവൈസർ K. ദീപ അധ്യക്ഷയായി. അംഗൻവാടി ടീച്ചർ നളിനി സ്വാഗതം ആശംസിച്ചു. അംഗൻവാടി അനൗപചാരിക വിദ്യാഭ്യാസത്തെക്കുറിച്ചും കുട്ടികളിൽ പോഷകാഹാരത്തിന്റെ ആവശ്യകതയെക്കുറിച്ചും ICDS സൂപ്പർവൈസർ രക്ഷിതാക്കൾക്ക് അവബോധം നൽകി. 15 കുട്ടികൾക്ക് ചടങ്ങിൽ യാത്രയയപ്പും നൽകി. പുതുതായി 20ഓളം കുട്ടികൾ അംഗൻവാടിയിൽ പ്രീ സ്കൂൾ പ്രവേശനം നേടി. കുട്ടികൾക്ക് സമ്മാനങ്ങളും മധുരപലഹാരങ്ങളും വിതരണം ചെയ്തു. പരിപാടിക്ക് ജാനകി ടീച്ചർ ആശംസകൾ അറിയിച്ചുകൊണ്ട് സംസാരിച്ചു. രാജേശ്വരി ടീച്ചർ നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മണ്ണൂർ പഞ്ചായത്തിലെ 2ാം വാർഡ് മേലേപ്പറമ്പ് അംഗൻവാടി പ്രവേശനോത്സവം പഞ്ചായത്ത് അംഗം A. ഹുസൈൻ ഷെഫീഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കുട്ടികൾക്ക് പഠനോപകരണങ്ങളും ചോക്ലേറ്റും സമ്മാനിച്ചു. KM നൂർജഹാൻ, അനുമോൾ, കൊച്ചുറാണി, ജാസ്മിൻ, ലതാ രവിന്ദാക്ഷൻ, ഗായത്രി, ബിന്ദു, PM യൂനൂസ്, മൻസൂർ അലി, ഫഹദ് എന്നിവർ നേതൃത്വം നൽകി. അക്ഷരം വെച്ച് തുടങ്ങുന്നത് മുമ്പൊക്കെ സ്കൂളുകളിൽ നിന്നാണെങ്കിൽ ഇപ്പോഴൊക്കെ അംഗനവാടികളിൽ നിന്നാണ്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇവരുടെ അക്ഷരങ്ങൾ കറക്റ്റായി അവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിനും അവർക്ക് അതിനുള്ള ഒരു വിവേകപൂർണമായിട്ടുള്ള ഒരു അറിവ് നിങ്ങളിൽ നിന്നും പകർന്നു കൊടുക്കുന്നതിനും നിങ്ങൾ തീർച്ചയായും അവരോട് സഹകരിച്ച് അവരെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് പോകണമെന്ന് മാത്രമാണ് ഈ സമയത്ത് നിങ്ങളോട് ചെറിയ തോതിൽ ഒന്ന് അഭ്യർത്ഥിക്കാനുള്ളത്. മണ്ണൂരിൽ രോഗബാധിതരായ 2 കുടുംബാംഗങ്ങൾക്ക് കുടുംബശ്രീയുടെ കൈത്താങ്ങ്. കുടുംബശ്രീയുടെ കൂട്ടായ്മയിൽ ധനസഹായം വീട്ടിലെത്തിച്ചു നൽകി. മണ്ണൂർ കോട്ടപ്പടി സച്ചിദാനന്ദൻ, ഷിഫാന നസീർ ദമ്പതികളുടെ മകൾക്കുമാണ് കുടുംബശ്രീയുടെ കൂട്ടായ്മയിൽ ധനസഹായം കൈമാറിയത്. ഇതിനോടകം തന്നെ 6ഓളം കുടുംബാംഗങ്ങൾക്ക് ധനസഹായം നൽകി കഴിഞ്ഞു. ഇരുവരുടെയും വീട്ടിലെത്തി ധനസഹായം പഞ്ചായത്ത് അംഗം ഹുസൈൻ ഷഫീഖ് കൈമാറി. വളരെയധികം ബുദ്ധിമുട്ടിലാണ് രോഗമനുഭവിക്കുന്ന ഒരു രോഗിയാണ് ഇപ്പോൾ സച്ചോട്ടൻ. അപ്പോൾ സച്ചോട്ടർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സഹായമായിട്ടാണ് നാം എത്തിയിട്ടുള്ളത്. മണ്ണൂർ പഞ്ചായത്തിലെ തന്നെ 2ാം വാർഡിൽ മാത്രമാണ് കുടുംബശ്രീയുടെ ഒരു കൂട്ടായ്മ നിലവിലുള്ളത്. ആ കൂട്ടായ്മയിൽ നിന്നും തിരിച്ചു കിട്ടിയ തുക അദ്ദേഹത്തിന്റെ ഭാര്യയെ ഏൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നാം എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. CDS അംഗം നൂർജഹാൻ, ADS അംഗങ്ങളായ അനുമോൾ, കൊച്ചുറാണി തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപ സ്മരണകളുടെ അന്ത്യശേഷിപ്പുകളിലൊന്നായ കൊട്ടാരം മാളികച്ചുവടും വിസ്മൃതിയിലേക്ക്. കഴിഞ്ഞ ദിവസമാണ് ചരിത്രമുറങ്ങുന്ന ഈ കെട്ടിടത്തിന്റെ ഒരു വശം തകർന്നു വീണത്. ഏതു നിമിഷവും പൂർണ്ണമായും തകർന്നടിയാവുന്ന നിലയിലാണ് മാളികച്ചുവട്. കവളപ്പാറയുടെ സാമൂഹികവും സാംസ്കാരികവും രാഷ്ട്രീയവുമായ ചരിത്രത്തിൻ്റെ സ്മാരകമാണ് നായർ സ്വരൂപത്തിൻ്റെ സ്മരണകൾ സ്പന്ദിക്കുന്ന കൊട്ടാരവും പരിസരവും. തകർന്നടിയുകയും പൊളിച്ചു നീക്കപ്പെടുകയും വിറ്റുതുലയ്ക്കപ്പെടുകയും ചെയ്ത ചരിത്ര അടയാളങ്ങളിൽ അവശേഷിപ്പായ കൊട്ടാരത്തിൻ്റെ മാളികച്ചുവടുമിത മാഞ്ഞുപോവുകയാണ്. 2 ദിവസം മുമ്പാണ് മാളികച്ചുവടിൻ്റെ ഇടതുവശം തകർന്നടിഞ്ഞത്. അവശേഷിക്കുന്ന ഭാഗങ്ങൾ ചരിത്രം തേങ്ങി നിരങ്ങി വീഴുന്ന ശബ്ദത്തോടെ ഏതു നിമിഷവും
നിലംപൊത്താം. രാജകീയമായ പ്രതാപകാലത്ത് കവളപ്പാറ കൊട്ടാരത്തിൽ അന്തിമഹാകാളന്റെയും ഭദ്രകാളിയുടെയും പ്രതിഷ്ഠയുണ്ടായിരുന്നു. അക്കാലത്ത് അശുദ്ധി കൽപ്പിക്കപ്പെടുന്ന കൊട്ടാരത്തിലെ സ്ത്രീകൾക്ക് മാറി താമസിക്കാൻ കെട്ടിപ്പൊക്കിയതാണത്രേ ഈ മാളികച്ചുവട്. 1964 മുതൽ ഒറ്റപ്പാലം സബ് കോടതിക്കു കീഴിൽ റിസീവർ ഭരണത്തിലായ കൊട്ടാരവും അനുബന്ധ സ്വത്തുക്കളും വേണ്ടവിധം സംരക്ഷിക്കപ്പെടാതിരുന്നതിൻ്റെ ദുരന്തമാണ് ഈ തകർച്ചയെന്ന് കവളപ്പാറയുടെ പ്രാദേശിക ചരിത്രകാരൻ OP ബാലകൃഷ്ണൻ പറഞ്ഞു. ഈ ബാക്കിയുള്ള ഭാഗം കൂടെ താമസിക്കാണ്ട് നാട്ടുകാർക്കുള്ള വേദന വളരെയധികം വേദന ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ഉടമസ്ഥന്മാർക്കോ അത് കോടതിക്കോ ഇത് യാതൊരു താല്പര്യമില്ല. കോടതിയുടെ 1964 മുതൽ ഒറ്റപ്പാല സബ് കോടതി അണ്ടറിലുള്ള റിസീവർ ഭരണത്തിലാണ് കെട്ടിടങ്ങളും കവളപ്പാറ കൊട്ടാരത്തെ സ്വത്തുക്കളും മുഴുവനും. 150 കൊല്ലം മുമ്പ് ഇവിടെ ഒരു ബാങ്ക് പ്രവർത്തിച്ചിരുന്നത്രേ. ബാങ്ക് പൊളിഞ്ഞപ്പോൾ നിക്ഷേപകർ കോടതിയെ സമീപിച്ചതായും കോടതി മാളികച്ചുവട് കെട്ടിടം അറ്റാച്ച് ചെയ്തതായും പറയപ്പെടുന്നു. പിന്നെ ഈ ഇതിന് പണ്ട് ഒരുപാട് കാലത്ത് ഇവിടെ ഒരു ബാങ്ക് നടത്തിയിരുന്നു. കവളപ്പാറ ബാങ്ക് 100 കൊല്ലം 150 കൊല്ലം മുമ്പ് ഒരു ബാങ്ക് നടത്തിയിരുന്നു. ആ ബാങ്ക് പൊളിഞ്ഞപ്പോൾ ബാങ്കിൽ ഒരുപാട് ആൾക്കാർ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. ആ ഡെപ്പോസിറ്റ് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥ ഉണ്ടായപ്പോൾ ആ കുറേ ആളുകൾക്ക് കോടതിയിൽ കേസ് കൊടുത്തിട്ട് ഈ ബിൽഡിങ്ങിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത് കോടതി. അതാണ് അത് ലേലം ചെയ്ത് വിൽക്കാൻ ഇവർക്ക് സാധിക്കാതെ വന്നിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്. ദീർഘകാലം ഒരു കലാലയത്തിൻ്റെ പരിവേഷമായിരുന്നു കൊട്ടാരത്തിന്. ഒടുവിൽ എല്ലാമിത വിസ്മൃതമാകുന്നു. മലയാള സിനിമകളിൽ പലപ്പോഴും പൂത്തുലഞ്ഞ പഴമയുടെ പരിസരങ്ങൾ, നാടുവാഴിത്ത ചരിത്രത്തിൻ്റെ ശേഷിപ്പുകൾ, കവളപ്പാറ സ്വരൂപത്തിൻ്റെ അവസാന അടയാളങ്ങളും മാഞ്ഞുപോകുന്നതിൽ നൊമ്പരപ്പെടുന്നവർ ഇന്നും ഈ ഗ്രാമത്തിലുണ്ട്. പക്ഷേ കാലം ഒഴുകുന്നു. ഉപേക്ഷിക്കപ്പെട്ട സ്മാരകങ്ങൾ സ്മൃതി ഗോപുരങ്ങളിലേക്ക് പിൻവലിയുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിലെ മുതിർന്ന CPM നേതാവും കേരളത്തിലെ കർഷക തൊഴിലാളി സമരങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്ന വേലൂർ സ്വദേശി KS ശങ്കരൻ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് പറവൂരിലെ മകളുടെ വീട്ടിൽ വിശ്രമത്തിലായി. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം, ജില്ലാ പ്രസിഡന്റ്, CPM വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറി, തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. വേലൂർ പഞ്ചായത്ത് മെമ്പറായും സേവനമനുഷ്ഠിച്ച KS ശങ്കരൻ നിരവധി ജനകീയ വിപ്ലവ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുണ്ട്. പെരിങ്ങോട്ടുകുറിശി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിച്ചു. പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM കേരളകുമാരി നിർവഹിച്ചു. മനശ്ശേരിയിൽ AMC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ജെൻഡർ ഇക്വിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ലിംഗസമത്വവും ലിംഗനീതിയും എന്ന വിഷയം കോളേജ് ഓപ്പറേഷൻസ് ഡയറക്ടർ മീന രാമസ്വാമി അവതരിപ്പിച്ചു. AMC ഗ്രൂപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് റിസർച്ചിന്റെ ഭാഗമായി സ്പെയിനിലെ മാഡ്രിഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിനോടനുബന്ധിച്ചാണ് ജെൻഡർ ഇക്വിറ്റി ക്ലബിന്റെ നേതൃത്വത്തിൽ ലിംഗസമത്വവും ലിംഗനീതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. ഈ ഭയം കാരണം ഇവരെ നമ്മൾ അവഗണിക്കുന്നു. ഇത് കാരണം പല സ്ഥാപനങ്ങളും ഇവരെ ഒഴിവാക്കുന്നു. ഇവർക്ക് വേണ്ടത്ര ജോലികൾ കിട്ടുന്നില്ല. സോ എന്താണ് ഇതിന് പ്രതിവിധി? സോഷ്യൽ സപ്പോർട്ട്, അത് തന്നെയാണ് പ്രതിവിധി. കോളേജ് ഓപ്പറേഷൻസ് ഡയറക്ടർ മീന രാമസ്വാമി വിഷയം അവതരിപ്പിച്ചു. ട്രാൻസ് വുമൺ K ഹരിമിഴി മുഖ്യാതിഥിയായി പങ്കെടുത്തു. പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുന്നതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് പല ഘട്ടങ്ങളും കടന്നുപോയത്. അവസാനം ഇത് തുറന്ന കോടതിയിൽ വന്നതുകൊണ്ടാണ് ഈ കേസ് അനുകൂലമായി വന്നത്. അല്ലെങ്കിൽ നമ്മളുടെ ഇന്ത്യയിലെ ഒരു ട്രാൻസ്ജെൻഡറും മറ്റ് ഒരു സെക്ഷ്വാലിറ്റിയിൽപ്പെട്ടവർക്കും ഇത് സാധാരണ ജീവിതം നയിക്കാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇന്നും ആത്മഹത്യകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ ഡോക്യുമെൻ്ററി, ഫ്ലാഷ് കാർഡ്, പോസ്റ്റേഴ്സ് തുടങ്ങിയവ മാഡ്രിഡ് യൂണിവേഴ്സിറ്റിയിൽ അവതരിപ്പിക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട്. സെമിനാറിൻ്റെ ഭാഗമായി ലോകപ്രശസ്തമായ യൂണിവേഴ്സിറ്റി ഓഫ് മാഡ്രിഡിൽ നടത്താനിരിക്കുന്ന സിംപോസിയത്തിൽ കോളേജിനെ പ്രതിനിധീകരിച്ച് മീന രാമസ്വാമി പങ്കെടുക്കും. സെമിനാറിൻ്റെ ഭാഗമായി യൂണിവേഴ്സിറ്റി ഓഫ് മാഡ്രിഡിൽ നടക്കാനിരിക്കുന്ന സിംപോസിയത്തിൽ കോളേജിനെ പ്രതിനിധീകരിച്ച് പങ്കെടുക്കുന്ന മീന രാമസ്വാമി, പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു എന്നിവരെ അനുമോദിച്ചു. ഡയറക്ടർ രാമസ്വാമി, വൈസ് പ്രിൻസിപ്പാൾ നിഷ ശശികുമാർ, ജനറൽ ഹെഡ് സരള, IQAC കോർഡിനേറ്റർ കെ ജിഷ, ഇക്വിറ്റി ക്ലബ്ബ് കോർഡിനേറ്റർ ജിഷ്ണ, കോളേജ് ചെയർമാൻ കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. SBVയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ മുള്ളൂർക്കര റേഞ്ച് തല ഉദ്ഘാടനം നടന്നു. റേഞ്ച് വൈസ് പ്രസിഡന്റ് PM ഷാഹുൽ ഹമീദ് അൽ ഖാസിമി വാഴക്കോട്, നുസ്രത്തുൽ ഇസ്ലാം മദ്രസ ജനറൽ സെക്രട്ടറി VS അബ്ദുൽ ജലീലിനും ഖത്തീബ് M ഹംസ ബാഖവിക്കും വൃക്ഷത്തൈ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് സമസ്ത കേരള സുന്നി ബാലവേദി സംസ്ഥാന കമ്മിറ്റി ജൂൺ 5 മുതൽ 12 വരെ ഭൂമിക്കൊരു തണൽ ഭാവിക്കൊരു കരുതൽ എന്ന പ്രമേയത്തിൽ നടത്തുന്ന പരിസ്ഥിതി വാരാചരണത്തിന്റെ ഭാഗമായാണ് മുള്ളൂർക്കര റേഞ്ച് തല ഉദ്ഘാടനം നടന്നത്. ചടങ്ങിൽ SBV റേഞ്ച് കൺവീനർ A അബ്ദുൽ സലാം അൻവരി അധ്യക്ഷനായി. വാഴക്കോട് മദ്രസ SBV യൂണിറ്റ് പ്രസിഡന്റ് KS മുഹമ്മദ് റിസാൻ, ജനറൽ സെക്രട്ടറി KH അഹമ്മദ് സിനാൻ, സ്വദിർ മുഅലീം K മുഹമ്മദ് റഷീദ് സഹാഫി, വൈസ് പ്രസിഡന്റ് PA സുലൈമാൻ, മെമ്പർ VS ഹസനാർ, റേഞ്ച് ഭാരവാഹികളായ CA സുലൈമാൻ മുസ്ലിയാർ, BAM അജ്മൽ ബാഗവി, KA ഹംസക്കുട്ടി മൗലവി, MM സിദ്ദിഖ് മുസ്ലിയാർ, KS മുഹമ്മദ്, TH ഉമർ ദാരിമി, PS നൗഫൽ മുസ്ലിയാർ, KU മുസ്തഫ അഷ്റഫി, PM ഫവാസ് ജോഹരി, KM അഷ്റഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. വാരാചരണത്തിന്റെ ഭാഗമായി ഓരോ മദ്രസയിലും പൂന്തോട്ട നിർമ്മാണം, വീടുകളിൽ വൃക്ഷത്തൈ നടൽ, പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ ക്ലാസുകൾ, വൃക്ഷത്തൈ വിതരണം തുടങ്ങിയവ നടക്കും. ലോക പരിസ്ഥിതി വാരാചരണമാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ഗവൺമെൻറ് ഇതര സ്ഥാപനങ്ങളുമൊക്കെ, പ്രത്യേകിച്ച് ഇപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിൻ്റെ കീഴ്ഘടകമായ മദ്രസകളിൽ ഒക്കെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി സംസ്ഥാനതല ഉദ്ഘാടനം ഇന്നലെ നടന്നു കഴിഞ്ഞു. ഇന്ന് ഓരോ റേഞ്ചുകളിലും അതിൻ്റെ റേഞ്ച് തല ഉദ്ഘാടനങ്ങൾ നടക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മാത്തൂർ പഞ്ചായത്തിനെ ഹരിതാപമാക്കാൻ സഹകരണ സംഘത്തിന്റെ കൈത്താങ്ങ്. പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഫലവൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന പ്രവൃത്തിയുടെ ഉദ്ഘാടനം അർബൻ സൊസൈറ്റി പ്രസിഡന്റ് G ശിവരാജൻ നിർവഹിച്ചു. പഞ്ചായത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും പാതയോരങ്ങളിലും വൃക്ഷത്തൈകൾ നട്ട് സമ്പൂർണ്ണ ഹരിതവൽക്കരിക്കാൻ മാത്തൂർ സഹകരണ അർബൻ സൊസൈറ്റിയുടെ കൈത്താങ്ങ്. മാത്തൂർ പഞ്ചായത്തിലെ ബംഗ്ലാവ് സ്കൂൾ, കിഴക്കേത്തറ, ചുങ്കമന്നം തുടങ്ങി എല്ലാ പ്രദേശങ്ങളിലും ഫലവൃക്ഷത്തൈകൾ നട്ടു. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PR പ്രസാദ്, സ്കൂളുകളിലെ പ്രധാന അധ്യാപകരായ കൃഷ്ണാനന്ദൻ മാസ്റ്റർ, V ദീപ, അധ്യാപകരായ PS മാലതി, മുഹമ്മദ് ജാബിൻ, ശശികുമാർ, അഞ്ജു, അർബൻ സൊസൈറ്റി ഡയറക്ടർമാരായ PV അബ്ദുൽ ഖാദർ, T രാധാകൃഷ്ണൻ, സൊസൈറ്റി സെക്രട്ടറി PK പ്രിയകുമാരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വെയിൽ കൊണ്ടടിച്ചാൽ തണൽ കൊണ്ട് തടയും, ആഗോളതാപനത്തെ തടയാൻ മരം നടൂ എന്ന സന്ദേശവുമായാണ് കലാകായിക, സാമൂഹ്യ സാംസ്കാരിക, ജീവകാരുണ്യ, പരിസ്ഥിതി പ്രവർത്തന, കാർഷിക മേഖലകളിൽ സജീവമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കാരക്കാട് ഫ്രണ്ട്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. സംസ്ഥാന വനം വന്യജീവി വകുപ്പ്, സാമൂഹ്യ വനവൽക്കരണ വിഭാഗം, നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ, കേരള ഗ്രാമീൺ ബാങ്ക് ഷൊർണൂർ ശാഖ എന്നിവയുമായി സഹകരിച്ചായിരുന്നു ദിനാചരണ പരിപാടികൾ. ഫലവൃക്ഷത്തൈ വിതരണം, തണൽമരം നടിയിൽ, തണൽമരങ്ങളുടെ സംരക്ഷണം, ഓണക്കാല പച്ചക്കറി കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി വിത്ത് വിതരണം, പച്ചക്കറി തൈ വിതരണം, വിഷരഹിത കറിവേപ്പില ഗ്രാമം പദ്ധതിക്കായി കറിവേപ്പ് തൈ വിതരണം എന്നിവ നടന്നു. 300 വീടുകളിലേക്കാണ് തൈകൾ വിതരണം ചെയ്തത്. ക്ലബ്ബ് പ്രസിഡന്റ് KP സുധീഷിൻ്റെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു.
ഇവിടെ ഇങ്ങനെ പരിസ്ഥിതി ദിനാചരണം തന്നെ സംഘടിപ്പിക്കുന്നത് സർക്കാർ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന വനസമ്പത്ത്, നമ്മുടെ ആവാസ വ്യവസ്ഥകളെ തകിടമറിച്ചുകൊണ്ടിരിക്കുന്നു. പഴയകാലത്ത് നമുക്കുണ്ടായിരുന്ന കാവുകളുമായി ബന്ധപ്പെട്ടുള്ള ജൈവ സമ്പത്ത് ഇതെല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. സോഷ്യൽ ഫോറസ്ട്രി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ BS ഭദ്രകുമാർ, കേരള ഗ്രാമീൺ ബാങ്ക് ഷൊർണൂർ ബ്രാഞ്ച് മാനേജർ M ജയപ്രകാശൻ, നഗരസഭാ കൗൺസിലർ CK സൗമ്യ, നന്മമരം ഗ്ലോബൽ ഫൗണ്ടേഷൻ കേരളം തൃശൂർ ജില്ലാ കോർഡിനേറ്റർ വനജ രഘുത്തമൻ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബ് സെക്രട്ടറി C ബിജു സ്വാഗതവും ട്രഷറർ PK സഞ്ജയൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. തൊഴുപ്പാടം സർക്കാർ LP സ്കൂളിലെ ഹരിതസേന യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കേരള വനം വന്യജീവി വകുപ്പ് കുട്ടികൾക്കായി പരിസ്ഥിതി ബോധവൽക്കരണ സെമിനാർ നടത്തി. സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AK ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു. പരിപാടിയിൽ ഗ്രീൻ ആർമി യൂണിറ്റിന്റെ ലോഗോ പ്രകാശനവും നടന്നു. തുടർന്ന് വഴിയോരത്ത് ഫലവൃക്ഷത്തൈകൾ നട്ട് പരിസ്ഥിതി ദിന സന്ദേശ റാലിയും നടത്തി. പ്രധാന അധ്യാപകൻ വാസു, മായന്നൂർ സ്റ്റേഷൻ ഫോറസ്റ്റ് ഓഫീസർ സുനിത, ഗ്രീൻ ആർമി യൂണിറ്റിന്റെ ചുമതലയുള്ള അധ്യാപകരായ റഷീദ, ചിത്ര പ്രഭാകർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ഷൊർണൂർ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം വിപുലമായി ആഘോഷിച്ചു. വനമിത്ര അവാർഡ് ജേതാവ് N അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. കവളപ്പാറ UP സ്കൂളിലും വിപുലമായ പരിസ്ഥിതി ദിനാഘോഷം നടന്നു. മികവാർന്ന പരിപാടികളോടെയാണ് കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആഘോഷിച്ചത്. വൃക്ഷത്തൈ നട്ടുകൊണ്ട് വനമിത്ര അവാർഡ് ജേതാവും പരിസ്ഥിതി പ്രവർത്തകനുമായ N അച്യുതാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപകൻ ശാന്തിലാൽ, SSG അംഗം CP വിജയം, അധ്യാപിക മിനി എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് ഷിയാസ്, K ദിനൂഷ് കൃഷ്ണ എന്നിവർ നേതൃത്വം നൽകി. കവളപ്പാറ UP സ്കൂളിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. പരിസ്ഥിതി പ്രവർത്തകനും സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗവുമായ അർഷാദ് ബിൻ സുലൈമാൻ മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് രാജഗോപാൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് സരസ്വതി സ്വാഗതം പറഞ്ഞു. പരിസ്ഥിതി സംരക്ഷണ ബോധവൽക്കരണ നോട്ടീസ് വിതരണവുമുണ്ടായി. സിന്ധു നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പറളി സ്വദേശി സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ മരിച്ചു. പറളി കടവത്ത് KM ഹനീഫയുടെ മകൻ 38 വയസ്സുകാരൻ നൌഫലാണ് മരിച്ചത്. വ്യാഴാഴ്ചയാണ് നൌഫൽ മരണപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ വാടനാംകുറിശി വില്ലേജ് പരിസരത്തെ മാലിന്യ പ്രശ്നത്തിൽ പ്രതിഷേധവുമായി കോൺഗ്രസ്. മാലിന്യം ഉടൻ നീക്കം ചെയ്യണമെന്നും അല്ലാത്തപക്ഷം പഞ്ചായത്തിനെതിരെ സമരം ശക്തമാക്കുമെന്നും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ മുന്നറിയിപ്പ്. മാലിന്യം കുന്നുകൂടുന്നത് വില്ലേജ് ഓഫീസിന് സമീപത്തെ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള സ്ഥലത്ത്. പകർച്ചവ്യാധി ഭീഷണിയിൽ പരിസരവാസികൾ. തൃശൂരിൽ K മുരളീധരന്റെ പരാജയത്തിന് പിന്നാലെ ആരംഭിച്ച നേതാക്കൾക്കെതിരായ പോസ്റ്റർ പ്രതിഷേധം തുടരുന്നു. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് പരിസരത്തുൾപ്പെടെ കൂടുതൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കൂടുതൽ നേതാക്കളെ പേരെടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്തുന്ന പോസ്റ്ററുകൾ സേവ് കോൺഗ്രസ് എന്ന പേരിൽ. പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ടെർമിനൽ നാടിന് സമർപ്പിക്കാത്തതിനു പിന്നിൽ നഗരസഭാ ഭരണാധികാരികളുടെ സങ്കുചിത രാഷ്ട്രീയമെന്ന് നാഷണൽ ജനതാദൾ. ടെർമിനൽ ഉദ്ഘാടനം വൈകിപ്പിക്കുന്നതിനൊപ്പം സ്റ്റാൻഡിൽ നടപ്പാക്കേണ്ട അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നിന്നും നഗരസഭ മുഖം തിരിക്കുന്നു. ജൂൺ 7-ന് നഗരസഭാ ഓഫീസ് മാർച്ച് നടത്തുമെന്നും നടപടിയുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഭാരവാഹികൾ. തൃശൂരിൽ അടച്ചിട്ട വീട്ടിൽ മോഷണം. 17 പവൻ സ്വർണം കവർന്നു. കവർച്ച നടന്നത് അയ്യന്തോൾ സ്വദേശി ഡോക്ടർ കുരുവിളയുടെ വീട്ടിൽ. CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് അന്വേഷണം തുടങ്ങി. മാലിന്യം തള്ളുന്നത് തടയാൻ കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച പട്ടാമ്പി നഗരസഭ. 2.5 ലക്ഷത്തോളം രൂപ ചെലവിൽ 9 പ്രദേശങ്ങളിൽ ക്യാമറകൾ സ്ഥാപിച്ചു. മാലിന്യം തള്ളുന്നവരിൽ നിന്ന് വൻ തുക പിഴ ഈടാക്കുന്നതുൾപ്പെടെ കടുത്ത ശിക്ഷാ നടപടികളുണ്ടാകുമെന്ന് അധികൃതർ. ചരിത്രശേഷിപ്പുകൾ ഇടിഞ്ഞു തകരുന്നു. കവളപ്പാറ സ്വരൂപത്തിന്റെ പ്രതാപസ്മൃതികളുടെ അന്തിമശേഷിപ്പുകളിലൊന്നായ കൊട്ടാരം മാളികച്ചുവടും വിസ്മൃതിയിലേക്ക്. ചരിത്രമുറങ്ങുന്ന കെട്ടിടത്തിന്റെ ഒരു വശം ഇടിഞ്ഞു വീണു. മാളികച്ചുവട് ഏത് നിമിഷവും പൂർണ്ണമായും നിലംപൊത്താവുന്ന അവസ്ഥയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.